UGC നെറ്റ് പേപ്പർ 2 PYQ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേപ്പർ 2 സൈക്കോളജിയുടെ PYQ സെഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഫ്ലുവൻസസ് പെർസെപ്ഷൻ? പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന താഴെ പറയുന്ന 4 ഓപ്ഷനിൽ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. ഇവിടെ നമ്മൾ 2 കൺസെപ്റ്റുകൾ ആദ്യം മനസ്സിലാക്കണം. പെർസെപ്ഷനും സെൻസേഷനും ഉണ്ട്. സെൻസേഷൻ എന്താണ്, പെർസെപ്ഷൻ എന്താണ് എന്ന് രണ്ടും വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. ഇതിൻ്റെ ആൻസർ നമുക്ക് ആദ്യം പറയുകയാണെങ്കിൽ ആൻസർ വരുന്നത് പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടേമുകൾ മെയിനായിട്ട് വരുന്നത് അറ്റൻഷൻ, പാസ്റ്റ് എക്സ്പീരിയൻസ്, ലാംഗ്വേജ്. ഇത് 3 ശരി ഉത്തരം. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ആദ്യം നമുക്ക് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞ 2 കൺസെപ്റ്റുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ജനറലി നമ്മളെ ഇൻഫോർമേഷൻസ് നമ്മളെ ഉള്ളിലേക്ക് വരുന്ന ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നില്ല. ഇൻ്റർപ്രിട്ടേഷൻ വേറെ പ്രോസസ്സാണ്, ഇൻപുട്ട് വേറെ പ്രോസസ്സാണല്ലോ അല്ലേ? നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. കാഴ്ച, കേൾവി, മണം, രുചി, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻസ് ഇൻപുട്ട് നമ്മളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അല്ലേ? അതിനെ സെൻസേഷൻ എന്ന് പറയും. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ബോഡിയിലേക്ക് എന്ത് ചെയ്യുക, ഇൻഫോർമേഷൻസ് കൊടുക്കുക. ഇൻഫോർമേഷൻ ഫ്രം outside world to our body. അതെങ്ങനെയാണ്? സെൻസറി ഓർഗൻസ് വഴിയാണ്. ഓക്കെ, സെൻസറി ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ത്രൂ അല്ലെങ്കിൽ ത്രൂ സെൻസറി ഓർഗൻസ്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇൻഫോർമേഷൻസ് നമ്മൾ ബോഡിയിലേക്ക് കൊടുക്കുന്ന പ്രോസസ്സിനെ സെൻസേഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ ശബ്ദം കേട്ടു. അപ്പോൾ കേൾവി ഒരു ഇൻഫോർമേഷനാണ്, അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. അതുപോലെ കണ്ടു, കേട്ടു, രുചിച്ചു, സ്മെല്ല്, മണത്തറിഞ്ഞു, ഇതൊക്കെ സെൻസേഷനാണ്, ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇത് ബയോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്, ഒബ്ജക്റ്റീവ് പ്രോസസ്സാണ്. ഇതിൻ്റെ ഇത് നമ്മൾ പറഞ്ഞല്ലോ, ബയോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ബയോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ പ്രോസസ്. ഫിസിയോളജിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ശരീരവുമായി കണക്ട് ചെയ്തതാണല്ലേ? കണ്ണ്, കാത്, കേൾവി, ഇതൊക്കെ നമ്മുടെ ശരീരവുമായി കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോസസ്സാണ്. ഇതിനൊരു ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ബൈക്ക് ഓടിച്ചു വരികയാണ്. ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റായിട്ടൊരു ബസ് വരുന്നുണ്ട്. അപ്പോൾ ബസ് വരുന്നത് ഞാൻ കാണുകയാണ്. ബസ് വരുന്നത് കാണുക എന്ന് പറഞ്ഞാൽ ബസ്സാണത് വരുന്നത് എന്നല്ല ഞാൻ കാണുന്നത്. എൻ്റെ കണ്ണിൽ പല വർണ്ണങ്ങളായിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രത്യേക ഷേപ്പിൽ ചില വർണ്ണങ്ങൾ ഇങ്ങനെ വരുന്ന പോലെ കാണുന്നു. ചില പ്രത്യേക ശബ്ദം എൻ്റെ എൻ്റെ ചെവിയിൽ കേൾക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണില്ല ആ സമയത്ത്.
അതൊരു ഷേപ്പാണ്, ഒരു വ്യത്യസ്ത തരത്തിലുള്ള നിറമാണ്. അതിങ്ങനെ ഒരു നീല ബസ്സാണെങ്കിൽ നീല ഷേപ്പിൽ ഇങ്ങനെ ഒരു സാധനമാണ്. അത് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്താ പറയുക, പെർസെപ്ഷൻ എന്ന് പറയാം. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ്. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രട്ടേഷനാണ്. അപ്പോൾ നമ്മൾ പെർസെപ്ഷൻ ക്വസ്റ്റ്യൻ കണ്ടോ, പെർസെപ്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രട്ടേഷനാണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രട്ടേഷൻ. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് അല്ലേ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനാണ് സെൻസേഷൻ എന്ന് പറയാം. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വ്യാഖ്യാനിക്കുകയാണ്, ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റായിട്ടൊരു ബസ് വരുന്ന സമയത്ത് ഒരു ചില പ്രത്യേക ഷേപ്പിൽ ഒരു നീല കളറിലൊരു സാധനം ഇങ്ങനെ വരുന്നു, അതിനനുസരിച്ച് ശബ്ദം ഇങ്ങനെ വർദ്ധിച്ച് വരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രെയിൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ആ ഒരു ബസ് വരുന്നുണ്ട്, നല്ല ശബ്ദത്തിലൊരു ബസ് വരുന്നുണ്ടെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. ഈ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണെന്ന് പറയാം പെർസെപ്ഷൻ എന്ന് പറയാം. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സെലക്ടിങ്, ഓർഗനൈസിങ്, ഇൻ്റർപ്രറ്റിങ് ഈ ഇൻപുട്ട്. ഈ സെൻസറി ഇൻപുട്ടിനെ, അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ വരുന്ന ഇൻഫോർമേഷൻ ഉണ്ടല്ലോ, കാഴ്ച, കേൾവി, മണം, രുചി, ഇങ്ങനെയുള്ള ഈ ഓരോ സാധനത്തിനെയും ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, പെർസെപ്ഷൻ എന്ന് പറയാം. നമ്മൾ കാണുന്നതെല്ലാം ബ്രെയിൻ എടുക്കൂല. നമ്മുടെ കണ്ണ് ഓപ്പൺ ആണല്ലേ, എപ്പോഴും ഇൻഫോർമേഷൻ ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ ചെവി ഓപ്പൺ ആണ്, ശബ്ദം ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പക്ഷേ ഈ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ബ്രെയിന് ശ്രദ്ധിക്കുന്നില്ല, സെലക്ട് ചെയ്യുന്നില്ല. ആവശ്യമുള്ളത് മാത്രം ശ്രദ്ധിക്കുന്നു, ആവശ്യമുള്ളത് മാത്രം ഓർഗനൈസ് ചെയ്യുന്നു, ആവശ്യമുള്ളത് മാത്രം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റോഡിലൂടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത്, വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് റോഡ് സൈഡിലുള്ള ആളുകളും മരങ്ങളും ചെടികളും പല ശബ്ദങ്ങളും ഒക്കെ വരുന്നുണ്ട്, മഴയുടെ ശബ്ദങ്ങൾ വരുന്നുണ്ടാവും. എല്ലാം ഒന്നും ചെയ്യില്ല, ബ്രെയിനിൽ ശ്രദ്ധിക്കുകയോ സെലക്ട് ചെയ്യുകയോ ഓർഗനൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യൂല. ആവശ്യമുള്ളത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ബ്രെയിന് എന്ത് ചെയ്യുള്ളൂ, ഓർഗനൈസ് ചെയ്യുള്ളൂ. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഇൻഫോർമേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം, പെർസെപ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മുമ്പ് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞതായിരുന്നു. ഇവിടെ ശരിക്കും ഈ സെൻസേഷൻ എന്ന് പറഞ്ഞ ടേം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ ടേം പെർസെപ്ഷൻ പറഞ്ഞപ്പോൾ അതിനൊപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് in selecting, organizing, and interpreting those sensory input into give them meaning. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ, ഈ സെൻസേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻപുട്ടിന് മീനിങ് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയാം, ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ചില നീല കളറുകളിൽ ബൈക്ക് ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ നീല കളർ ഷേപ്പ് സാധനം ഇങ്ങനെ വരുന്നു, ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്, ബസ് നല്ല ഫാസ്റ്റിൽ വരുന്നുണ്ടെന്ന്. അത് പെർസെപ്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കിയില്ലേ, സെൻസേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, പെർസെപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഫ്ലുവൻസസ് പെർസെപ്ഷൻ? ഈ ഇപ്പോൾ പെർസെപ്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ പെർസെപ്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അറ്റൻഷൻ,
പാസ്റ്റ് എക്സ്പീരിയൻസ്, ലാംഗ്വേജ്. അതായത് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രിട്ടേഷനാണ്. ഇൻപുട്ട് എന്ന് വരുന്ന ഇൻ്റർപ്രിട്ടേഷനെ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളോട് വരുന്ന ഇൻഫോർമേഷൻ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞത്. ഈ പെർസെപ്ഷനെ, അതായത് നമ്മൾ ഈ വ്യാഖ്യാനിക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അറ്റൻഷനാണ്, പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ലാംഗ്വേജ് ആണ്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് അറ്റൻഷൻ. ഇത് ശരി ഉത്തരമാണ് കേട്ടോ, അറ്റൻഷൻ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് നമ്മൾ ഇൻഫോർമേഷൻ ഇങ്ങനെ ഒന്നിച്ച് ബില്യൺസ് ഓഫ് ഇൻഫോർമേഷൻ, ബില്യൺസ് ഓഫ് സ്റ്റിമുലി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഈ ചെവി നിൽക്കാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ കണ്ണ് നിൽക്കാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ ഇൻഫോർമേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. ഒരുപാട് ഇൻഫോർമേഷൻസ് നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്നും എന്ത് ചെയ്യില്ല, ബ്രെയിന് പ്രോസസ്സ് ചെയ്യില്ല. അറ്റൻഷനാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫിൽട്ടർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് അരിപ്പ ഉപയോഗിച്ച് അരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് ഒഴിക്കുക. ചില ചായക്കടകളിൽ അരിക്കാതെയും തരും, എങ്കിലും നമ്മൾ ജനറലി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, ചായ അരിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് ഒഴിക്കുക. അപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാവും അല്ലേ, ചണ്ടികളും ചായപ്പൊടികളും അങ്ങനെ കുറേ സാധനങ്ങൾ ഒഴിവായിട്ട് നല്ല ചായ നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ. ഇൻഫോർമേഷൻ നമ്മൾ ബില്യൺസ് ഓഫ് ഇൻഫോർമേഷൻ സ്റ്റിമുലികളായിട്ട് നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പക്ഷെ ബ്രെയിൻ എന്ത് ചെയ്യുന്നില്ല, എല്ലാം കൂടി പ്രോസസ്സ് ചെയ്യുന്നില്ല. അറ്റൻഷൻ എന്ത് ചെയ്യാണ്, ഒരു ഫിൽട്ടർ ആക്കിയിട്ട് എന്ത് ചെയ്യും, നിലനിർത്തും. ഓക്കെ, മനുഷ്യൻ എന്ത് ചെയ്യുന്നു, സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രത്യേകതയാണ് എന്ത് ചെയ്യുന്നത്, പെർസെപ്ഷനെ സ്വാധീനിക്കുന്നത്. ഓക്കെ, നമ്മൾ പറയുകയാണ് ഇപ്പോൾ നമ്മൾ എന്താണ്, ഒരു കാര്യത്തിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കേൾക്കാതെ കാണാതെ പോവാൻ സാധ്യതയുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, നന്നായിട്ട് ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ സുഹൃത്ത് അതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നമ്മൾ ചിലപ്പോൾ കണ്ടുകൊണ്ടെന്നില്ല, കേട്ടുകൊണ്ടെന്നില്ല. കാരണം അതിന് ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. ഓക്കെ, നമ്മളൊരു കാര്യത്തിലേക്ക്, ഇപ്പോൾ നമ്മൾ ഒരു വാഹനം, കാർ ഓടിച്ചുകൊണ്ട് റോഡിലൂടെ പോവുകയാണ്. അപ്പോൾ റോഡിലൂടെയുള്ള മുന്നിൽ നിന്ന് എതിരെ വരുന്ന ബസ്സുകൾ നമ്മൾ കാണും, കാറുകൾ നമ്മൾ കാണും. അതോടൊപ്പം നമ്മുടെ സൈഡിലുള്ള കടകളും മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ശ്രദ്ധിക്കില്ല. കാരണം നമ്മൾ വാഹനത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, റോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ബസ്സും കാറും നമ്മൾ കണ്ടതായി നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷെ ചുറ്റുപാടുള്ള മരങ്ങളും ചെടികളും അവിടെയുള്ള ശബ്ദങ്ങളും ഒക്കെ നമ്മൾ സെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അറ്റൻഷൻ, നമ്മളെ സെലക്റ്റീവ് അറ്റൻഷൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്തു, അതൊക്കെ പെർസെപ്ഷനിലേക്ക് പോയി സെലക്ട് ചെയ്യപ്പെട്ടു. ബാക്കിയുള്ള ഫോക്കസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അത് നമ്മൾ ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അതിലൂടെ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് പോയി, ഈ എന്താണ്, ശ്രദ്ധിക്കാതെ പോയി. അപ്പോൾ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ഇൻഫോർമേഷൻ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി. അറ്റൻഷൻ ആക്ട് ആസ് എ ഫിൽറ്റർ. അറ്റൻഷൻ ആക്ട് ആസ് എ ഫിൽറ്റർ. അറ്റൻഷൻ ഈ നമ്മൾ വിശദീകരിച്ച് എഴുതുന്നില്ല, ഒരുപാട് ഇൻഫോർമേഷൻ വരുന്നുണ്ടല്ലോ, അതൊരു ഫിൽറ്റർ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. നമ്മൾ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പെർസെപ്ഷൻ അതിലേക്ക് എന്ത് ചെയ്യും, കേന്ദ്രീകരിക്കപ്പെടും. നമ്മൾ ഒരു പുസ്തകം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരാൾ നമ്മളെ ബ്രെയിനിലേക്ക്, നമ്മളെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ കഴിയില്ല. അതിന് ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതിയിടാം. നമ്മൾ ചൂസ് ചെയ്യാമല്ലോ അല്ലേ, എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. വാട്ട് വി ചൂസ് ടു ഫോക്കസ് ഓൺ.
നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറ്റൻഷനെ കുറിച്ചാണ്. അറ്റൻഷൻ നമ്മൾ സെൻസേഷൻ പെർസെപ്ഷൻ എന്ന് പറഞ്ഞ രണ്ട് കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം ഈ പെർസെപ്ഷനെ സ്വാധീനിക്കുന്ന ഈ ഓപ്ഷനിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം വരുന്നത്. അറ്റൻഷൻ ഉണ്ട്, പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, സെൻസറി അഡാപ്റ്റേഷൻ ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ അത് വിശദീകരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ സെൻസേഷനും പെർസെപ്ഷനും പറഞ്ഞു. അതിൽ പിന്നെ ഓപ്ഷൻസ് ഓരോന്ന് ഡിസ്കസ് ചെയ്യണം. അറ്റൻഷനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധയാണ്. ഒരുപാട് ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെന്ന് എന്തിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതാണ് നമ്മൾ അറ്റൻഷൻ ആക്ട് ആസ് എ ഫിൽറ്ററാണ്. വാട്ട് വി ചൂസ് ടു ഫോക്കസ് ഓൺ, അതായത് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയും. സെലക്റ്റീവ് അറ്റൻഷൻ. ഇപ്പോൾ ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനം ഓടിച്ച് റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് എനിക്ക് എന്താണ് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്. റോഡിലൂടെ എതിരെ വരുന്ന ബസ്, വാഹനങ്ങൾ, കാർ, അതിലേക്കാണ് ഞാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ചുറ്റുപാടുള്ള മരങ്ങളിലേക്കോ ചെടികളിലേക്കോ അടുത്ത കടയിലുള്ള ഫ്രൂട്ട്സിലേക്കോ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ സ്മെല്ലും എനിക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷേ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനെ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയും. Selective attention determine what enter our conscious perception. Determines അതായത് നമ്മളെ സെലക്റ്റീവ് അറ്റൻഷനാണ് നമ്മൾ എന്ത് പെർസെപ്ഷനാണ് കോൺഷ്യസ് പെർസെപ്ഷനാണ് വരുന്നത് എന്നത് നമ്മൾ അറ്റൻഷനാണ് സ്വാധീനിക്കുന്നത്, അല്ലേ? അപ്പോൾ അറ്റൻഷൻ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? നമ്മളെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്നുണ്ട്. എന്തിലേക്കാണോ നമ്മൾ നോക്കുന്നത് അതനുസരിച്ചുള്ള പെർസെപ്ഷനാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഇപ്പം ബസ്സിലേക്ക് കാറിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും. ചുറ്റുപാടുള്ള മരങ്ങളിലേക്കും ചെടികളിലേക്കും നോക്കുമ്പോൾ അതനുസരിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാവും. നമ്മൾ ഒരു ബുക്ക് ഒന്നിലേക്ക് തന്നെ ഒരു പുസ്തകം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളത് ആ ഫോക്കസ് ചെയ്യപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അതിന് ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ രണ്ട് ടേം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒന്ന് സെലക്റ്റീവ് അറ്റൻഷൻ, ഇതിൻ്റെ ബാക്കിയിട്ട് പറയും. ഇഫ് വി ആർ deeply focus on reading a book, we might completely fail to perceive someone entering the room. അതിന് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞല്ലോ ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. നമ്മളൊരു റൂമിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ റൂമിലേക്ക് ഒരാൾ പ്രവേശിച്ചു. നമ്മൾ അനിയനോ ഏട്ടനോ ആരെങ്കിലും, നമ്മളത് കാണാതിരിക്കാൻ കാരണം എന്താണ്? അത് ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് ആണ്. നമ്മൾ സെലക്റ്റീവ് അറ്റൻഷൻ കാരണം നമ്മൾ സെലക്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ഇവിടെ രണ്ട് കൺസെപ്റ്റുകൾ പറഞ്ഞു: സെലക്റ്റീവ് അറ്റൻഷൻ, ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഓരോ വ്യത്യസ്ത രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇതുമായി ബന്ധപ്പെട്ട ഒരു തിയറി ഒക്കെ ഉണ്ട്, ജസ്റ്റ് അതും കൂടെ പറയാം. ബ്രോഡ്ബെൻസ് ഫിൽറ്റർ തിയറി. ഇത് ഈ പറഞ്ഞതൊരു തിയറിയാണ്. ബ്രോഡ്ബെൻഡിൻ്റെ ഫിൽറ്റർ തിയറി. ഇപ്പോൾ പറഞ്ഞ ഇതാണ്, ഇവിടെ തന്നെ എഴുതി വെക്കുക, അതാണ് നല്ലത്, കൺഫ്യൂഷനാണ്. ഇത് ബ്രോഡ്ബെൻഡിൻ്റെ ഫിൽറ്റർ തിയറിയാണ്. നമ്മൾ ഇത് പറയുന്നത് നമ്മൾ എന്തിലേക്കാണോ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്, ശ്രദ്ധ കൊടുക്കുന്നത്, അതനുസരിച്ചാണ് നമ്മളെ പെർസെപ്ഷൻ രൂപീകരിക്കുക എന്നാണ് ഇതിലൂടെ പറയുന്നത്. നമ്മൾ എന്താണോ അറ്റൻഷൻ, നമ്മളെ സെലക്റ്റീവ് അറ്റൻഷൻ എന്താണോ അതനുസരിച്ച് നമ്മളെ കാഴ്ചപ്പാടും മാറും. ഓക്കെ, അപ്പോൾ അതിന് ബ്രോഡ്ബെൻസ് ഫിൽറ്റർ തിയറി എന്നുകൂടെ പറയും. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്നുണ്ടോ? പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളെ ഇൻ്റർപ്രിട്ടേഷനെ സ്വാധീനിക്കുന്നുണ്ടോ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇൻഫോർമേഷൻസ് ഇങ്ങനെ വരുന്ന സമയത്ത് പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളെ ഇതിനെ വ്യാഖ്യാനിക്കുന്നതിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? അപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് 2. പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ എന്ത് കാര്യങ്ങളും കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ പഴയ അനുഭവത്തിൻ്റെ ബേസിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രഡിക്ഷൻ മെഷീനാണെന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. എന്ത് കാര്യങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. ഒരു നായയെ ഞാൻ കണ്ടു, റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നായ എൻ്റെ നേരെ കുരക്കുകയാണ്. അപ്പോൾ കുരക്കുന്ന സമയത്ത് എനിക്ക് ഭയം വരാം. ഈ ഭയം എന്തിൻ്റെ ബേസിലാണ് വന്നിട്ടുണ്ടാവുക? ഞാൻ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും, തെരുവ് നായ കടിച്ചിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, മുറിവേൽക്കപ്പെട്ടു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, നായ കടിച്ചു, പേവിഷബാധയേറ്റു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്നെ തന്നെ ചിലപ്പോൾ നായ കടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പാസ്റ്റ് എക്സ്പീരിയൻസ് എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ആവണമെന്നില്ല, ചുറ്റുവട്ടത്തുള്ള ആരുടെയെങ്കിലും എക്സ്പീരിയൻസ് എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ആ നായയോട് എനിക്ക് ഭയമുണ്ടാവാൻ കാരണമാവുന്നു. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു നായയുണ്ട്, അതിനെ ഞാൻ ഓമനിച്ച് വളർത്തുന്നതാണ്, അപ്പോൾ എനിക്ക് ആ നായ വലിയ ഇഷ്ടമാണ്. പുറത്തൊരു നായയെ നമ്മൾ കാണുന്ന സമയത്ത് ആ നായയെ നമ്മൾ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? നമുക്ക് നമ്മളെ വീട്ടിലൊരു നായയുണ്ട്, ആ നായ എനിക്കിഷ്ടമാണ്. അതിൻ്റെ ബേസിലാണ് ഈ നായയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നതൊക്കെ നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് മറ്റൊരു തിയറിയാണ് ശരിക്കും. ഓക്കെ, പെർസെപ്ച്വൽ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതിൽ തിയറികളൊക്കെ പറയാനുണ്ട്, നമുക്ക് ഇത് നോക്കാം. ഓക്കെ, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു പ്രഡിക്ഷൻ മെഷീനാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് അറിയുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഇപ്പോൾ കാണുന്ന ഇൻഫോർമേഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ബ്രെയിനെ സഹായിക്കുന്നു. ഓക്കെ, നമ്മൾ ഒരു ചോദ്യത്തിൽ തന്നെ ഇൻഡെപ്തായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ശരിക്കും ഇത്രയൊന്നും ശരിക്കും ഈ ക്വസ്റ്റ്യനിലില്ല. ചോദ്യം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും പറഞ്ഞാൽ മതി, പക്ഷേ ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ്റെ ഉള്ളിലുള്ള തിയറി എന്താണെന്ന് കൂടി വിശദീകരിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് നെറ്റ് പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ.
ശരിക്കും ഒരാൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തുടക്കം മുതലേ PYQ സെഷൻ നന്നായിട്ട് നോക്കിയാൽ യൂണിറ്റ് നോക്കേണ്ട ആവശ്യം തന്നെ അല്ലേ ശരിക്കും. ഞങ്ങളൊന്നും നെറ്റ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തുടക്കമൊന്നും ഞങ്ങൾ യൂണിറ്റ്സ് വൈസ് നോക്കാറില്ലായിരുന്നു. PYQ സെഷൻ മാത്രം നോക്കിയിട്ടാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ സുഹൃത്ത് കോളേജിലുള്ള എല്ലാ ആൾക്കാരും അധ്യാപകരും നമ്മളെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നെറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ PYQ സെഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അധികം ആളുകളും എന്ത് ചെയ്യുന്നത്, നെറ്റ് ക്ലിയർ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, യൂണിറ്റ് വൈസ് കവർ ചെയ്യണം എന്നതുകൊണ്ടാണ് ആദ്യം നമ്മൾ യൂണിറ്റ് വൈസ് കവർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് വിചാരിക്കരുത്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കരുത്. ഒറ്റ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ വശങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടോപ്പിക്കിൻ്റെ ഏത് വശത്തു നിന്ന് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഒറ്റ ക്വസ്റ്റ്യൻ കവർ ചെയ്യുന്നത്. അപ്പോൾ സമയം നമ്മൾ കുറഞ്ഞ സമയമാണെങ്കിലും വിശാലമായിട്ടുള്ള ഏരിയ കവർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ബ്രെയിൻ പ്രഡിക്ഷൻ മെഷീനാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് ജസ്റ്റ് ഇവിടെ എഴുതി വെക്കാം. ഇറ്റ് യൂസസ് വാട്ട് യു already know to make sense of what you seeing right now. നമ്മളിപ്പോൾ കാണുന്ന സാധനങ്ങളെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ആൾറെഡി നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻ്റെ ബേസിലാണ്. ഇപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണത് പെർസെപ്ച്വൽ സെറ്റ് എന്ന് പറയുന്നത്. പെർസെപ്ച്വൽ സെറ്റ്. പെർസെപ്ച്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു പെർട്ടിക്കുലർ വേയിൽ നമ്മളൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാണ്. അതിനെ പെർസെപ്ച്വൽ സെറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഒരാളെ ഓൾറെഡി ഒരാളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്കറിയാം. ആ വ്യക്തി എപ്പോഴും ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അയാളെ സ്വന്തം താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് കരുതാം. ഓക്കെ. അപ്പം അങ്ങനെ ഇരിക്കെ അയാൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരാളെ വളരെയധികം സഹായിച്ചു. അപ്പോൾ അങ്ങനെ സഹായിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ അയാളെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അയാളെ സ്വന്തം താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഇയാളെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യും. അയാളെ കാഴ്ചപ്പാട്, നമ്മളൊരു പെർസെപ്ഷൻ അയാളെക്കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അയാൾ ആൾക്കാരെ സഹായിക്കുന്ന സ്വന്തം ബെനിഫിറ്റ്, അയാളെ സ്വന്തം താല്പര്യത്തിനേ പ്രവർത്തിക്കാറുള്ളൂ. ഇങ്ങനെ ഒരാൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോകുന്നത് അയാളുടെ സ്വന്തം താല്പര്യം അനുസരിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് പ്രവർത്തിച്ചിട്ടുള്ളത്. അയാൾക്ക് എന്തെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ആ പെർസെപ്ഷൻ സെറ്റിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്കറിയാം, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പെർസെപ്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിൻ്റെ ഒരു മെൻ്റൽ ലെൻസാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ എന്ത് കാണുന്ന സമയത്തും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് കാണുക. ഓക്കെ. നമുക്ക് അതായത് ബയാസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ
പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസ്, പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെ അയാളിൽ നിന്ന് നമുക്ക് കിട്ടിയ അനുഭവങ്ങളുടെ ബേസിലാണ് എന്ത് ചെയ്യുക, നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ അത് പെർസെപ്ച്വൽ സെറ്റ് എന്നാണ് പറയുക. അങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഒരു മീനിങ് അവിടെ എഴുതി വെക്കാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, കൺഫ്യൂഷനൊന്നും അതിലില്ല. ജസ്റ്റ് എഴുതി വെക്കാം കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ. എ മെൻ്റൽ predisposition or in a particular a mental predisposition or എന്നാണ് കേട്ടത്, readiness to perceive something in a particular way based on past experience അല്ലെങ്കിൽ കൾച്ചർ അല്ലെങ്കിൽ മോട്ടിവേഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ പെർസെപ്ച്വൽ സെറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് പാസ്റ്റ് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണ് പെർസെപ്ച്വൽ സെറ്റ്. അതും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. പെർസെപ്ച്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇൻ്റർപ്രറ്റ് ചെയ്യും, ആദ്യം ഓരോ മെൻ്റൽ ഫ്രെയിം വർക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും, അതനുസരിച്ചാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. ഇതിൽ സെൻസറി അഡാപ്റ്റേഷൻ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുക, കാരണം ഇത് ഉത്തരം തെറ്റായ ഉത്തരമാണ്. പിന്നെ അടുത്തത് ലാംഗ്വേജ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ലാംഗ്വേജ് നമ്മളെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്നുണ്ടോ, നമ്മളെ എക്സ്പീരിയൻസിനെ, നമ്മളെ ഇൻ്റർപ്രിട്ടേഷനെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട്, ലാംഗ്വേജ് നമ്മളെ ഇൻ്റർപ്രിട്ടേഷനെ സ്വാധീനിക്കുന്നുണ്ട്. 3. ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മളെ ഇൻ്റർപ്രിട്ടേഷനെ സ്വാധീനിക്കുന്നത്? ലാംഗ്വേജ് ഓരോ ഭാഷയിലും വ്യത്യസ്ത വാക്കുകളായിരിക്കും ഒരു പദത്തിന് കൊടുക്കുന്നുണ്ടാവുക. അതനുസരിച്ച് നമ്മളെ ഇൻ്റർപ്രിട്ടേഷനും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു കളറിനെ കുറിച്ച്, ഇപ്പോൾ ചില ലാംഗ്വേജിൽ എന്താണ് നിറം ബ്ലൂ എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ വേണ്ടി പറയാണ്, ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ അതിനെ കാറ്റഗറികളാക്കിയിട്ട് പറയുന്നുണ്ടാവും. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാറ്റഗറികൾ ഒരു നിറത്തിന് തന്നെ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് എക്സിൽ ബ്ലൂ എന്ന ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതാം. വൈ എന്ന ലാംഗ്വേജിൽ ബ്ലൂവിൻ്റെ പല വേരിയേഷൻ ഉണ്ട്. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ട് എന്ന് കരുതാം. അപ്പോൾ ഈ വൈ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുടെ ഇൻ്റർപ്രിട്ടേഷൻ വ്യത്യസ്തമായിരിക്കും. വളരെ സൂക്ഷ്മമായ ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം ഞാൻ ഇന്നലെ ഒരു നീല നിറത്തിലുള്ള ഒരു സാധനം റോഡിൽ വീണ് കിടക്കുന്നത് കണ്ടു എന്ന് എക്സ് പറയുകയാണെങ്കിൽ, ആ നീല നിറം അത് കേൾക്കുന്ന ആളെ ഇൻ്റർപ്രിട്ടേഷൻ ഒരു ജനറൽ ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും. പക്ഷേ വൈ അത് പറയുകയാണെങ്കിൽ, വൈ ലാംഗ്വേജിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ആർക്ക് കിട്ടും? ഒന്നെങ്കിൽ ലൈറ്റ് ബ്ലൂ ആണ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ആണ് എന്ന കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കിട്ടും, ഒരു കൺസെപ്റ്റ് കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട ഒരു തിയറിയൊക്കെ ഉണ്ട്. തിയറി നമുക്ക് നോക്കാം. ലാംഗ്വേജുമായി ബന്ധപ്പെട്ട തിയറിയിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം.
സ്പൈർ-വോൾഫ് ഹൈപ്പോത്തിസിസ്. ഇവിടെ നമുക്ക് തിയറി കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടെ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കാര്യം പറയാം. ഓക്കെ, ലാംഗ്വേജ്, വ്യത്യസ്ത ലാംഗ്വേജ് അനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ പെർസെപ്ഷനിലും ചേഞ്ച് വരും എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. ആ തിയറി ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ദ സാപ്പിർ-വോൾഫ് എന്നാണ് ഹൈപ്പോത്തിസിസ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സംസാരിക്കുന്ന ആളുടെ കാഴ്ചപ്പാട് ഭാഷയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏത് ഭാഷയാണോ അതിനനുസരിച്ച് കേൾക്കുന്ന ആൾക്ക് അതിൻ്റെ ഇൻ്റർപ്രട്ടേഷൻ വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്നതാണ് സാപ്പിർ-വോൾഫ് ഹൈപ്പോത്തിസിസ് പറയുന്നത്. നമുക്ക് എന്താ ബാക്കിയുള്ളതും കൂടെ നോക്കാം. ഇനി അടുത്ത ഓപ്ഷൻ, ഇതിൻ്റെ വിശദീകരണം നമുക്ക് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് സെൻസറി അഡാപ്റ്റേഷൻ ആണ്. സെൻസറി അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസെപ്ഷൻ അല്ല, അത് സെൻസേഷൻ പ്രോസസ്സാണ്. സെൻസറി അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് ഇൻഫോർമേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ വരുന്ന ബയോളജിക്കൽ ചേഞ്ചസിനെയാണ് എന്ത് പറയാം, നമ്മളൊരു സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാണുന്ന സമയത്ത് ആ ഇൻഫോർമേഷൻസ് നമ്മളെ ഉള്ളിൽ, നമ്മളെ കയ്യിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കൈ പൊള്ളുന്ന സമയത്ത് നമ്മളെ വിരലിലുണ്ടാവുന്ന അതിനെ സ്റ്റിമുലി ഏറ്റെടുക്കാനുള്ള കഴിവ്, അത് നമ്മളെ ബ്രെയിനിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ആ പഞ്ചേന്ദ്രിയങ്ങൾ സെൻസ് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്താ പറയുക, സെൻസറി അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളെ നമ്മളെ സെൻസ് ചെയ്യാനുള്ള സെൻസറി റിസെപ്റ്ററുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ സെൻസറി റിസീവ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് സെൻസേഷനുമായി ബന്ധപ്പെട്ടതാണ്, പെർസെപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള. നമ്മൾ സെൻസറി റിസെപ്റ്ററിൽ ഗ്രാജുവൽ ഡിക്ലൈൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കാഴ്ച, കേൾവി, രുചി ഇത് റിസീവ് ചെയ്യാനുള്ള റിസെപ്റ്ററിൽ ഡിക്ലൈൻ സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് എന്താ പറയുക, സെൻസറി അഡാപ്റ്റേഷൻ എന്ന് പറയാം. അത് നമുക്ക് കുറച്ച് പിന്നീട് നമ്മൾ ആ ടോപ്പിക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല, എങ്കിലും നമുക്ക് മനസ്സിലാക്കാം സെൻസേഷനുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഇൻപുട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൺസെപ്റ്റാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറികളുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് പറയാം ഒരു തിയറിയാണെന്ത്, ജെസ്റ്റാൾട്ട് സൈക്കോളജി. ഒരു തിയറി ജെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്നൊരു തിയറിയാണ്. ജസ്റ്റ് ഒന്ന് കേൾക്കാന്നേ ഉള്ളൂ. ഇത് മറ്റൊരു വശമാണ് ജെസ്റ്റാൾട്ട് സൈക്കോളജി. ഗെസ്റ്റാൾട്ട് സൈക്കോളജി, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മാക്സ് വെത്മിയർ, കർട്ട് കോഫ്ക, അതുപോലെ തന്നെ വോൾഫ്ഗാങ് കോഹ്ലർ. ഇവരുടെയൊക്കെ തിയറിയാണിത്. ഇത് പറയുന്നത് വോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ് പാർട്സ് എന്നാണ് ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ്. വോൾ ഈസ് ഗ്രേറ്റർ
than sum of its part. മൊത്തം എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും നേക്കാളും വലുതാണെന്ന് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചില അക്ഷരങ്ങൾ, ഇപ്പോൾ ഈ മറ്റൊരു ഉദാഹരണം പറയാം, എ ബി സി ഡി 3 അക്ഷരങ്ങൾ മാത്രമാണ്. ഇത് കൂട്ടി വെച്ച് എഴുതുന്ന വാക്കുകൾ ഈ അക്ഷരത്തേക്കാൾ വലുതാണ്. ഇപ്പോൾ എ പി പി എൽ ഇ ആപ്പിൾ. ആപ്പിൾ എന്ന് പറഞ്ഞ അക്ഷരത്തേക്കാൾ എത്രയോ വലുതാണ് ഈ വേർഡ് എന്ന് പറയുന്നത്. അക്ഷരവും വേർഡും തമ്മിൽ അക്ഷരങ്ങളുടെ ഒരു കൂട്ടം മാത്രമല്ല വാക്ക് എന്ന് പറഞ്ഞാൽ, അതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ജസ്റ്റാൾഡ് സൈക്കോളജിസ്റ്റായ ഇവർ പറയുന്ന മാക്സ് വെത്മീറും കർട്ട് കോഫ്കയും അതുപോലെ കോഹ്ലറും പറയുന്നത് ഈ വോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ് പാർട്സ്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുന്ന കാഴ്ചയിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻ, കേൾവിയിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻ, അറിവിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻ, ഈ ഇൻഫോർമേഷൻ അതിനേക്കാളും വലുതാണെന്ത് ഇതിൻ്റെ ഈ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. സെൻസേഷനേക്കാളും വലുതാണെന്ന് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തല്ല, കുറേ സെൻസേഷൻ ഇങ്ങനെ കുറേ കൂട്ടി വെച്ചതല്ല, അതിനേക്കാളും വലുതാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, പെർസെപ്ഷൻ ഈസ് നോട്ട് ജസ്റ്റ് ആഡ് അപ്പ് സെൻസേഷൻ. അതായത് നമ്മൾ ഈ കാണുന്നതിൻ്റെ കുറേ കൂട്ടമല്ല ശരിക്കും നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസും നമ്മളെ ലാംഗ്വേജും നമ്മളെ അറ്റൻഷനും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്നത്, അല്ലേ? നായയെ നമ്മൾ കാണുന്ന സമയത്ത് നായയുടെ നിറങ്ങൾ നമ്മളെ കണ്ണിൽ പതിക്കുന്നു, അതിൻ്റെ ശബ്ദം നമ്മുടെ കാതിൽ കേൾക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കൂട്ടമല്ല ശരിക്കും പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ പെർസെപ്ഷൻ എന്താണ്, നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസ്, മുമ്പ് നായ കടിച്ചതും പത്രത്തിൽ വന്നതും വാർത്തയിൽ വന്നതും നായയെക്കുറിച്ചുള്ള ഫുൾ ഹിസ്റ്ററിയും നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസും ഒക്കെ കൂടിയതാണെന്ന് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസേഷൻ്റെ ഒരു കൂട്ടമല്ല പെർസെപ്ഷൻ എന്നാണ് ഈ ജസ്റ്റാൾഡ് സൈക്കോളജി പറയുന്നത്. അത് പ്രധാനപ്പെട്ടൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അതിൽ കുറേ തിയറികളും ഒക്കെ വരുന്നുണ്ട്. ഒക്കെ നമുക്ക് ജസ്റ്റാൾഡ് സൈക്കോളജി പിന്നീട് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം. ഇവിടെ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ട് ജസ്റ്റാൾഡ് സൈക്കോളജി എന്താണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. ഇനി മറ്റൊരു തിയറി നമുക്ക് നോക്കാം, കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി. സമയം കുറവുള്ളതുകൊണ്ട് നമ്മൾ ഒരു ചോദ്യത്തിൽ തന്നെ പരമാവധി വശങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ തിയറികളും ഒക്കെ നമുക്കൊരു ഇതിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി എന്നും ഇതിന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് എംപിരിക്കൽ തിയറി എന്നും പറയാം. എംപിരിക്കൽ തിയറി ഇത് കൊണ്ടുവന്നത് ഹെർമൻ വോൺ ഹെൽംഹോൾട്സ്. ഇവരാണ് എന്ത് ചെയ്തത്, ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിവിടെ പറയുന്നത് വെച്ചാൽ പെർസെപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അൺകോൺഷ്യസ് ഇൻഫറൻസസ്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെൻസേഷൻ ഇൻകംപ്ലീറ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു നായയെ കണ്ടു, നായയുടെ നിറം നമ്മളെ കണ്ണിൽ തട്ടി, നായയുടെ ശബ്ദം നമ്മൾ കേട്ടു, അത് ഇൻകംപ്ലീറ്റ് ആണ്.
നമുക്ക് അത്രയല്ലേ അറിയുള്ളൂ. നായ, കറുത്തൊരു നായ, ഒരു ഷേപ്പ് നായ എന്ന് പോലും നമുക്ക് അതിലൂടെ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാണ്. നമ്മൾ കണ്ടു, അതൊരു ഷേപ്പ് കണ്ടു, കളറ് കണ്ടു, കുറേ അത് എന്താണ്, നായയാണ്, അത് കടിക്കും, അതിൻ്റെ ശബ്ദം ഇങ്ങനെയാണ്, അത് ഭയപ്പെടുത്തുകയാണ്, ഒന്നും നമുക്കറിയില്ല. അത് അൺകോൺഷ്യസ് ഇൻഫറൻസ് ആണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ പെർസെപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അൺകോൺഷ്യസ് ഇൻഫറൻസസ്. അതായത് പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ നോളജിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മളൊരു കാര്യം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, സെൻസേഷൻ്റെ ബേസിലല്ല. സെൻസേഷൻ ഒരു ഇൻകംപ്ലീറ്റ് പ്രോസസ്സാണ്. ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആണ്, നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്, ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത് എന്നാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് പറയുന്നത്, എംപിരിക്കൽ തിയറി പറയുന്നത്, ഹെർമൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് ജസ്റ്റ് ഇവിടെ എഴുതിയതാ. പെർസെപ്ഷൻ is a process of unconscious inference. ആണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തല്ല, സെൻസേഷൻ ഇൻകംപ്ലീറ്റ് ആണ്. നമ്മൾ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, പാസ്റ്റ് എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഹി ആർഗ്യൂഡ് ദാറ്റ് അവർ sensation is incomplete. Okay, so the brain uses past experience and learned knowledge to make rapid unconscious guesses to construct our visual reality. അതായത് സെൻസേഷൻ എപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്, നമ്മൾ ബ്രെയിനാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു തിയറിയാണ്. മറ്റൊരു തിയറി കൂടി ഉണ്ട്, ഇക്കോളജിക്കൽ അല്ലെങ്കിൽ ഡയറക്റ്റ് തിയറി. മറ്റൊരു തിയറിയാണ് ഇത്, ഈ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു തിയറിയാണ് ഇക്കോളജിക്കൽ, ഗിബ്സൺസ് ഇക്കോളജിക്കൽ തിയറി എന്നതിന് പറയും. അല്ലെങ്കിൽ ഡയറക്റ്റ് തിയറി. ഇത് ഡെവലപ്പ് ചെയ്തത് ജെയിംസ് ജെ ഗിബ്സൺ ആണ്. പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി ഉണ്ടല്ലോ, ഇതിൻ്റെ മുമ്പ് പറഞ്ഞ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇയാൾ പറയുന്നത്. ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻവയോൺമെൻ്റ് അതാണ്, അത്രയും റിച്ചാണ്, നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കാണുന്ന, നമ്മൾ അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തന്നെ പൂർണ്ണമായിട്ട് നമുക്കൊരു കാര്യത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. 100% ക്ലോസും നമുക്ക് എൻവയോൺമെൻറ്റ് തന്നെ കിട്ടും.
അപ്പോൾ ഇത് നമുക്ക് ഇതിന് ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഒരു ടെക്സ്ചർ ഗ്രേഡിയൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു തിയറി ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ടൈൽസ് ഇട്ട റൂമിൽ ഇരിക്കുക എന്ന് പറയാം. വലിയൊരു ഫ്ലോറാണ്, ഒരുപാട് നീളമുള്ള റൂമിൽ നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ നേരെ കാലിൻ്റെ ചുവട്ടിലുള്ള ടൈൽസ് വലുതായിരിക്കും അല്ലേ, ദൂരെയുള്ള ടൈൽസ് നോക്കുകയാണെങ്കിൽ ചെറുതായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദൂരം അളക്കാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ടൈല് വലിയ ടൈലാണ്, അപ്പോൾ അത് കുറച്ചുകൂടെ അടുത്താണ്. മറ്റുള്ള ദൂരമുള്ള ടൈല് നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പും അതിൻ്റെ വലുപ്പവും ചെറുതാണ്. അപ്പോൾ അതിനെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ട്രെയിനിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്തുള്ള സാധനങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാം. അതിന് മോഷൻ പാരലക്സ് എന്ന് പറയും. ദൂരെയുള്ള സാധനങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുന്നത് നമുക്ക് തോന്നാം അല്ലേ. ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ, ആളുകൾ, മരങ്ങൾ, ഇതൊക്കെ നമുക്ക് ബാക്കിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് തോന്നാം. ദൂരെയുള്ള മലകളും സൂര്യനും ചന്ദ്രനും അതുപോലെയുള്ള വലിയ ദൂരെയുള്ള പർവ്വതങ്ങളൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, നിങ്ങളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ദൂരെയുള്ളത് ഏതാണ് അടുത്തുള്ളത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പർവ്വതങ്ങൾ വളരെ ദൂരെയാണ്, കാരണം അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. അതുപോലെ മരങ്ങൾ വളരെ അടുത്താണ്, കാരണം അത് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായി ജെയിംസ് ഗിബ്സന്റെ മറ്റൊരു തിയറിയാണ്. നേരത്തെ പറഞ്ഞ തിയറിയുടെ വ്യത്യസ്തമായിട്ടുള്ള ബോട്ടം അപ്പ് ആൻഡ് ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് ഇതിനെ പറയും. ഇതിൽ ഇദ്ദേഹം പറയുന്ന ടേം ആണെന്ത്, പെർസെപ്ഷൻ ഈസ് ബോട്ടം അപ്പ്. ആൻഡ് ഡയറക്റ്റ്. നമുക്ക് ഇൻഫോർമേഷൻ എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻ അത്രത്തോളം റിച്ച് ആണ്, അതുകൊണ്ട് നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. ഓക്കെ, ദ എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് അത് കറണ്ട് പോകുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആകുന്നതാണ്, സെക്കൻഡ് സ്ക്രീൻ ഓഫ് ആകുന്നതാണ്. ഓക്കെ, നമ്മൾ 2, 3, 4 സ്ക്രീനുകൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സ്ക്രീന് കറണ്ട് പോകുന്ന സമയത്ത് ഡയറക്റ്റ് പ്ലഗിന് കണക്ട് ചെയ്തതാണ്. ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക് വൈഫൈ ഒക്കെ എന്താണ് ഇൻവേർട്ടറുമ്പോൾ വർക്ക് ചെയ്യണം. ഇൻവേർട്ടറുമ്പോൾ അല്ലാതെ വേറെ ബാറ്ററി വെച്ചിട്ട് വർക്ക് ചെയ്യിക്കണം. അതുകൊണ്ട് അത് ഓഫ് ആവില്ല. സ്ക്രീൻ ഓഫ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചാണ്. ഓക്കെ, അത് 2 സെക്കൻഡ് കഴിഞ്ഞാൽ അത് നോർമലാവും. ഓക്കെ, മഴ ആയതുകൊണ്ട് ഇടയ്ക്ക് കറണ്ട് ഇങ്ങനെ പോയി വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് പറയാം, എൻവയോൺമെൻറ്റ്, ദ എൻവയോൺമെൻറ്റ് provide rich, unambiguous, sensory information. അപ്പോൾ പുറത്തുള്ള ഇൻഫോർമേഷൻ, അതായത് ഈ സെൻസേഷൻ തന്നെ എന്താണ്, റിച്ചാണ്, ആവശ്യമൊക്കെ അതിൽ തന്നെ ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് ബ്രെയിനിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത്. ദാറ്റ് അലോസ്, ബ്രെയിനിൻ്റെ ആവശ്യമില്ല എന്നല്ല, ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെർസെപ്ഷൻ്റെ ആവശ്യമില്ല. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രിട്ടേഷൻ മാത്രമല്ല, സെലക്ഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ, അങ്ങനെ കുറേ കൺസെപ്റ്റുകൾ അതിൽ വരുന്നുണ്ട്. എന്താണ് സെൻസറി, പെർസെപ്ഷൻ, ഇൻഫോർമേഷൻ,
that allow us to perceive the world directly without needing top down past experience. അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിൽ നമ്മൾ ഈ കാണുന്നതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ജെയിംസ് ഗിബ്സൺ പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു, നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ പറയേണ്ട അതിൻ്റെ പുറമെ ഒരുപാട് വശങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേഴ്സെപ്ഷൻ എന്ന് പറഞ്ഞതാണ് എന്താണെന്നാണ് നമ്മളിതിൽ ആദ്യം മനസ്സിലാക്കിയത്. പേഴ്സെപ്ഷനും സെൻസേഷനും രണ്ടാണ്. പലപ്പോഴും നമ്മൾ എന്ത് മനസ്സിലാക്കും, പേഴ്സെപ്ഷനും സെൻസേഷനും ഒന്നായിട്ട് മനസ്സിലാക്കും. അതിനെ നമ്മൾ യൂണിറ്റ് വൈസ് ക്ലാസ് പഠിച്ച സമയത്ത് തന്നെ നമ്മൾ രണ്ടാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ വിശദീകരിച്ചു. പേഴ്സെപ്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അറ്റൻഷൻ, എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ 4 ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് തിയറികൾ പറഞ്ഞിട്ടുണ്ട്. സെൻസേഷന്, പെർസെപ്ഷനിലും തിയറി, അറ്റൻഷനിലും തിയറി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറേ കൺസെപ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാംഗ്വേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗെസ്റ്റാൾട്ട് സൈക്കോളജി, കൺസ്ട്രക്റ്റിവിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്, അതുപോലെ ഗിബ്സന്റെ എക്കോളജിക്കൽ ഡയറക്റ്റ് തിയറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കാണിക്കാലോ. ഇതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഫ്ലുവൻസസ് പെർസെപ്ഷൻ? പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന താഴെ പറയുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം വന്നത്. അതിൽ അറ്റൻഷൻ, പാസ്റ്റ് എക്സ്പീരിയൻസ്, സെൻസറി അഡാപ്റ്റേഷൻ, ലാംഗ്വേജ്. ഈ 4 3 പെർസെപ്ഷനുമായി ബന്ധപ്പെട്ടതാണ്, 1 സെൻസേഷനുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ആദ്യം നമ്മൾ സെൻസേഷനും പെർസെപ്ഷനും രണ്ടായിട്ട് പറഞ്ഞത്. സെൻസറി അഡാപ്റ്റേഷൻ സെൻസേഷനുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒറ്റ ടോപ്പിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് പിന്നീട് അടുത്ത നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. വൈകുന്നേരം ക്ലാസ് ഉണ്ടായിരിക്കും.